നമസ്കാരം. CPM എന്ന പാർട്ടിയുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ദുരവസ്ഥ ഒന്ന് നോക്കുക. എല്ലാവരും സ്ഥാനമോഹങ്ങൾക്കും സ്ഥാനാർത്ഥി മോഹങ്ങൾക്കുമായിട്ട് ഇലക്ഷൻ സമയത്ത് എന്നെ സ്ഥാനാർത്ഥി ആക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്നു. ഇവിടെ പലരും സ്ഥാനാർത്ഥികളാകാൻ ഞങ്ങളില്ലേ, ഞങ്ങൾക്ക് മതിയായേ എന്ന് പറഞ്ഞാണ് കിടന്ന് കരയുന്നത്. ജെയ്സി തോമസ്, ഞാൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നേയില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. എം സ്വരാജ്, അദ്ദേഹം തൃപ്പൂണിത്തറ, എനിക്ക് തരരുതേ എന്ന് പറയുന്നു. ഞാൻ ഒരിടത്തുമില്ലേ മത്സരിക്കാൻ എന്ന് ചില സ്ഥാനാർത്ഥികൾ പറയുന്നു. കെ ശൈലജയ്ക്ക് മട്ടന്നൂരിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അവർക്ക് പേരാവൂരിൽ മത്സരിക്കാൻ ഞാൻ പേരാവൂരിലേക്കില്ല എന്ന് പറയുന്നു. ആറന്മുളയിൽ വീണ ജോർജിന്റേതല്ലാതെ ഒരു പേര് പോലും കേട്ടില്ല. പക്ഷെ ഇപ്പോൾ വീണ ജോർജ് അല്ല, അവരുടെ ഭർത്താവ് ജോർജ് ജോസഫ്, അദ്ദേഹം CPM-നോട് പറഞ്ഞിരിക്കുന്നു, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ പറഞ്ഞിരിക്കുന്നു, വീണ ജോർജിനെ മത്സരിപ്പിക്കരുത്, ആറന്മുളയിൽ തന്റെ ഭാര്യയെ മത്സരിപ്പിക്കരുത്. വീണ ജോർജ് എന്ത് അഭിപ്രായം പറഞ്ഞു എന്നോ അവർ പറഞ്ഞിട്ടാണോ ഇദ്ദേഹം ഇത് പറഞ്ഞതോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല. എന്നാൽ പോലും ആ CPM-ന്റെ അവസ്ഥ, മത്സരിച്ചാൽ തോൽക്കും, അല്ലെങ്കിൽ മത്സരിച്ചാൽ നാണം കെടും. പാർട്ടി അത്തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മത്സരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു CPM എന്ന, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദുരവസ്ഥ. മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന ആ ഒരു വാക്ക്, ആ കവിതയുടെ വാക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. അത്രയും ഭീകരമായ ഗുരുതരമായ അവസ്ഥയിലാണ് CPM എന്നത്. അത് ഞെട്ടിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല, സ്വാഭാവികമായ കാര്യമാണ്. ഒരു പാർട്ടി എങ്ങനെ തകരുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ടി എങ്ങനെ ജനങ്ങളിൽ നിന്ന് അകലുന്നു, ഒരു പാർട്ടി എങ്ങനെ, ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെ ഇല്ലാതാകുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു സൂചനയാണ് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടാതിരിക്കുക, നിർബന്ധിച്ച് പലരെയും മത്സരിപ്പിക്കേണ്ടി വരിക, പൊതു സ്വതന്ത്രരെ നിർത്തി പിന്തുണച്ച് ജയിപ്പിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവർ തോറ്റുപോകേണ്ട അവസ്ഥ വരിക. ഇതൊക്കെ തന്നെ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയങ്ങളിൽ ഒന്നാണ്. ഈ വീണ ജോർജിന്റെ വിഷയമെടുത്താൽ മാതൃഭൂമി അത് വിശദമായി വാർത്ത നൽകിയിട്ടുണ്ട്. ഇതിനകത്തെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്, ഓർത്തഡോക്സ് സഭ വിശ്വാസിയാണ് വീണ ജോർജ്. അവരുടെ ഭർത്താവും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. മാത്രമല്ല ഈ പള്ളികളും അതുപോലെ അരമനകളുമായിട്ടൊക്കെ തന്നെ ഔദ്യോഗിക ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമാണ് ഈ ജോർജ് ജോസഫിന്റെ കുടുംബം, അല്ലെങ്കിൽ വീണ ജോർജിന്റെ ഭർത്താവിന്റെ കുടുംബം. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭാ നേതൃത്വങ്ങൾ പോലും വീണ ജോർജിന് വേണ്ടി, അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന വീണ ജോർജിന് വേണ്ടി തെരുവിൽ പ്രചരണത്തിന് ഇറങ്ങിയത് നമ്മളൊക്കെ കണ്ടതാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ മെത്രാമാർക്കും അരമനക്കാർക്കും അച്ഛന്മാർക്കും ഒക്കെ കാര്യം മനസ്സിലായി. ഇവരെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ, പാർട്ടി ലേബലിൽ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ തീർച്ചയായിട്ടും എതിര് നിൽക്കും. വിശ്വാസികൾ, സാധാരണ വിശ്വാസികളായ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ എതിര് നിൽക്കും. പള്ളിക്ക് ആള് കുറയും, അല്ലെങ്കിൽ പള്ളി അംഗീകരിക്കുന്നവർ കുറയും. പള്ളിയിൽ തന്നെ പല പ്രമാണിമാരും പല വിശ്വാസികളും ഒക്കെ തന്നെ വീണ ജോർജിനെ ഇനി മത്സരിപ്പിക്കരുത്, മത്സരിപ്പിച്ചാൽ തന്നെ അവരെ പിന്തുണയ്ക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇവരെ മത്സരിപ്പിക്കരുത് എന്ന് ഇവരോട് പറയുന്നതിന് പകരം ഈ കാര്യങ്ങളൊക്കെ നീക്കുപോക്കാക്കുന്ന, അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെടുന്ന വ്യക്തിയാണ് ജോർജ് ജോസഫ്, ഇവരുടെ ഭർത്താവിനോട് പറഞ്ഞ് പാർട്ടിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നും പറയപ്പെടുന്നു. അത് അവരുടെ കാര്യം. സഭാ നേതൃത്വം പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അപ്പം ആ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് വീണ ജോർജിലുള്ള, പാർട്ടിയിലുള്ള, LDF സർക്കാരിലുള്ള, CPM-ലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം. മാത്രമല്ല, ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ ഒന്നടങ്കം ഇവർക്കെതിരെ, വീണ ജോർജ് എന്ന വ്യക്തിക്കെതിരെ, രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ രംഗത്ത് വരുന്നു. അത് തങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിനെ പറഞ്ഞു വിട്ടതാണ് ഇത് മത്സരിപ്പിക്കരുത് എന്ന് പറയുന്നു. ഇതൊക്കെ ആയാലും പാർട്ടിയുടെ ആ ദുരവസ്ഥ തന്നെയാണ്, ഭീകരമായ അവസ്ഥ തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത്. മറ്റു പല പ്രമുഖരായ വ്യക്തികളും ഇതുപോലെ തങ്ങൾ ഇത്തവണ മത്സരിക്കാനില്ല, മത്സരിപ്പിക്കരുത് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ആര് മത്സരിക്കും, ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഒരു സങ്കോചം CPM-ന് ഇപ്പോൾ ഉണ്ട്. ലിസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ ഇവിടെ തമ്പ്രാക്കന്മാരാണ്, അല്ലെങ്കിൽ ഒരു തമ്പുരാനാണ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ തമ്പുരാന്റെ ലിസ്റ്റ് അനുസരിച്ച് ആളെ കിട്ടുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇനിയിപ്പോൾ തമ്പുരാൻ എന്ത് ചെയ്യുമോ എന്തോ. എന്തായാലും ലിസ്റ്റ് പൂർത്തീകരിച്ച് എല്ലാ സീറ്റിലും, CPM ഉദ്ദേശിച്ച സീറ്റുകളിലൊക്കെ തന്നെ മത്സരിക്കട്ടെ
മത്സരിച്ച് നല്ല പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. LDF-ലെ ഘടകകക്ഷികൾക്കെല്ലാം നേരത്തെ ഉള്ളതുപോലെയുള്ള സീറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കും എന്നാണ് കേൾക്കുന്നത്. എന്തായാലും CPM-ന്റെ അവസ്ഥ ഇത്തിരി കഷ്ടം തന്നെയാണ്.